ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ വിദേശത്ത് ഔസ്റ്ററായിട്ട് ജോലി ചെയ്യുന്ന ചിലരെങ്കിലും, മലയാളികൾ മാത്രമല്ല കേട്ടോ, ഒരുവിധം ആളുകളൊക്കെ നമ്മൾ ലീവിന് നാട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നാട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ സംസാരിക്കുന്ന സമയത്തൊക്കെ കേൾക്കുന്ന അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എടാ, വേലക്കാരി എങ്ങനെ, അല്ലെങ്കിൽ ഗദ്ദാമുണ്ടോ, ഗദ്ദാമ എങ്ങനെ, ഗദ്ദാമ ഏത് നാട്ടുകാരിയാണ്, വല്ല നടക്കുമോ? ഇത്തരം ചോദ്യങ്ങൾ ഫേസ് ചെയ്യാത്ത ഡ്രൈവർമാർ വളരെ കുറവായിരിക്കും. അപ്പോൾ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഗദ്ദാമയായിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ഡ്രൈവറുമായിട്ട് ഡിങ്കോൾഫ് ഉണ്ടെന്നാണ്. ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ടാവും. വളരെ കുറച്ച് പേര് മാത്രം ഒരുപക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയിപ്പോയിട്ടുണ്ടാവും. എന്ന് വെച്ച് വേലക്കാരികളെല്ലാം അങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിക്കുന്നത് ഒരിക്കലും ശരിയുള്ള കാര്യമല്ല. എൻ്റെ അഭിപ്രായത്തിൽ സത്യത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഈ ഗദ്ദാമന്മാർ. കാരണം എന്താണെന്നറിയോ? അതൊരു തരം തടവറയാണ്. നമ്മൾ ഹൗസ് ഡ്രൈവർമാരെ സംബന്ധിച്ച് നമുക്ക് ഒരു ഫ്രീഡം ഉണ്ട്. ഒരു കെട്ടിയിട്ട ജോലിയാണ് എന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ഫ്രീഡം ഉണ്ട്. പുറത്തൊക്കെ പോകാം, അവരുടെ കൂടെയാണെങ്കിലും അല്ലെങ്കിൽ ഒറ്റക്കാണെങ്കിലും പുറത്തൊക്കെ പോകാം. പുറലോകമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. എന്നാൽ ഈ ഗദ്ദാമന്മാരങ്ങനെയല്ല. അവർ വർഷത്തിൽ ചിലപ്പോൾ 1-2 തവണ കൈകാരം വീടിന് പുറത്തിറങ്ങാം. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ എത്തിച്ചു കൊടുക്കും. അപൂർവം ചില വീടുകളിലൊക്കെ ഒന്ന് വേസ്റ്റൊക്കെ കൊണ്ടുപോയിടാൻ മാത്രം പുറത്തിറങ്ങുന്ന ഗദ്ദാമന്മാരുണ്ട്. ആ വീട്ടിൽ ഡ്രൈവർ ഉണ്ടെങ്കിൽ, ആ ഡ്രൈവർ ആ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വേസ്റ്റ് കൊണ്ടുപോയിടാൻ അതിന് പോലും പുറത്തേക്ക് പോകാൻ പറ്റാത്ത ഗദ്ദാമന്മാരായിരിക്കും. സത്യം പറഞ്ഞാൽ ഉറക്കം പോലും ശരിക്കും ഇല്ലാത്ത ജോലിയായിരിക്കും അവർക്ക്. കുട്ടികളെ നോക്കണം, ഫുഡ് ഉണ്ടാക്കണം, ഡ്രസ്സ് കഴുകണം, തറ തുടക്കണം, ചെടികൾക്ക് വെള്ളം ഒഴിക്കണം, അങ്ങനെ ഒരുവിധം എല്ലാ പണികളും എല്ലാ ദിവസവും വിശ്രമമൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്, നമ്മുടെ മലയാളികളടക്കം. അപൂർവം ചില വീടുകളിൽ ദേഹോദ്രവം വരെ ഏൽക്കും. എന്തൊക്കെ സഹിച്ചിട്ടാണ് അവരുടെ ജോലി ചെയ്യുന്നതറിയാം. ഒന്ന് വിതുമ്പി കരയാൻ പോലും ആവാത്ത സാഹചര്യമായിരിക്കും. നമ്മൾ ഡ്രൈവർമാരെ സംബന്ധിച്ചൊക്കെ നമുക്ക് വണ്ടിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ റൂമിലോ ഒക്കെ ഒന്ന് പൊട്ടി കരയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കരയാം. പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ ചുറ്റും എപ്പോഴും ആളുകളായിരിക്കും. എന്നാൽ ചിലർക്ക് നല്ല വീടുകൾ കിട്ടും കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. വേലക്കാരിയെ സ്നേഹത്തോടെ കാണുന്നവരുണ്ട്. സ്വന്തം മോളെ പോലെ, സ്വന്തം സഹോദരിയെ പോലെ കാണുന്ന ഒരുപാട് വീട്ടുകാരുണ്ട്. അതുപോലെയുള്ള തീരെ ഫ്രീഡം ഇല്ലാത്ത ചില ഡ്രൈവേഴ്സ് ഉണ്ട്. വണ്ടികളിൽ GPS കണക്ട് ചെയ്തിട്ട് നമ്മൾ അവരെ എങ്ങോട്ടെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് പറഞ്ഞു വെച്ചാൽ, നമ്മളെ ആവശ്യത്തിന് എന്തെങ്കിലും ഒരു ചെറിയ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ആ പോകുന്ന വഴിക്കൊന്ന് നിർത്തിയാൽ അപ്പോൾ കോൾ വരും. എന്തിനാണ് നിർത്തിയത് അവിടെ? എന്നെ അയച്ചിടത്തേക്ക് പോയാൽ പോരെ, എന്തിനാണ് അവിടെ നിർത്തിയത് എന്ന് ചോദിച്ചുകൊണ്ട് തീരെ ഒരു ഫ്രീഡം ഇല്ലാത്ത ഡ്രൈവർമാരുണ്ട് കേട്ടോ. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷേ ഈ ഗദ്ദാമന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അപ്പോൾ നിങ്ങൾ ഈ ചോദിച്ച് ഈ ഗദ്ദാമയുടെ ചിരിക്ക് പിന്നിൽ എത്ര വേദന ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇരുണ്ട ചുവരുകൾക്കുള്ളിൽ പരിചിതമില്ലാത്ത ഒരു ഭാഷയുടെ നടുവിൽ അവർ ഒറ്റയ്ക്ക് പണിയെടുത്ത് തീർക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളാണ്. അവർ വെറും ജോലിക്കാർ മാത്രമല്ല, ഭൂമിയിൽ ജീവിക്കുന്ന അമ്മമാരും ഭാര്യമാരും പെങ്ങന്മാരും ഒക്കെയാണ്. അവർക്കും മനസ്സും മാനവും ഒക്കെയുണ്ട്. വെളുത്ത പ്രഭാതം മുതൽ ഇരുണ്ട രാത്രി വരെ നീളുന്ന, ഒരുപക്ഷെ ഇരുണ്ട രാത്രി മുതൽ വെളുത്ത പ്രഭാതം വരെ വീണ്ടും നീളുന്ന ഒടുങ്ങാത്ത ജോലി സമയമാണ് അവർക്കുള്ളത്. അവരാ വീട്ടിലെ വെറും അടുക്കളക്കാരി മാത്രമല്ല, ശുചീകരണ തൊഴിലാളിയാണ്, കുട്ടികളുടെ ആയയാണ്. തൻ്റെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യമെന്ന ചങ്ങല പൊട്ടിച്ചെറിയാൻ സ്വന്തം സൗകര്യങ്ങളെ ബലി കഴിച്ചവളാണ് ഓരോ വേലക്കാരിയും, ഓരോ ഗദ്ദാമയും. അവരുടെ കൈകൾക്ക് വിറയലുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കാലുകളൊന്ന് വേദനിക്കുമ്പോൾ അവർ ഓർക്കുന്നത് ഒന്ന് മാത്രമാണ്: അവരുടെ നാട്ടിലെ പണി തീരാത്ത വീട്, അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ ഭർത്താവിൻ്റെ അസുഖം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഓരോ ഗദ്ദാമയും അന്യനാട്ടിലേക്ക്, ഒരു അന്യ വീട്ടിലെ അടുക്കളയിലേക്ക് വന്നു കയറുന്നത്. തനിക്ക് വേണ്ടി ഒരല്പം വിശ്രമം പോലും ചോദിക്കാൻ പറ്റാത്ത ഭയം കലർന്ന ഒരു അടിമത്വം ചിലർക്കെങ്കിലും അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അവിടെ. പിന്നെ ഗദ്ദാമകളെ കുറിച്ചുള്ള ചിലരുടെ ഈ മോശം കമൻറ്റുകൾ, മോശം ചോദ്യങ്ങൾ. ഈ വീടുകളിലെ 4 ചുവരുകൾക്കുള്ളിൽ ലോകത്തിൽ നിന്നും ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു തൊഴിലാളിക്ക് പുറത്തു നിന്നുള്ളവരുമായി ബന്ധപ്പെടാൻ എത്രമാത്രം സ്വാതന്ത്ര്യമുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും അവർക്ക് ഫോൺ ഉപയോഗിക്കാൻ പോലുമുള്ള അനുവാദം ഉണ്ടാവില്ല. പിന്നെ സൗദി അറേബ്യ പോലുള്ള കർശനമായ ഒരു രാജ്യത്ത് ആ നിയമത്തെ ഭയന്നും തൻ്റെ വിസയും ജോലിയും നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലും കഴിയുന്ന ഒരു സ്ത്രീ ഇത്തരം പരിപാടികൾക്ക് നിൽക്കാൻ തുനിയോ?
സത്യം പറഞ്ഞാൽ ഈ അപവാദങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വിഭാഗം തൊഴിലാളികളെ അപമാനിക്കാനുള്ള സമൂഹത്തിൻ്റെ കുറ്റകരമായ മനോഭാവം മാത്രമാണ്. തൻ്റെ മാനം കാക്കാൻ വേണ്ടി ജോലി ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോയ എണ്ണമറ്റ സ്ത്രീകളുടെ കഥ നമുക്കറിയാം. ഒരു ഡ്രൈവറുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന തരത്തിലുള്ള അപകീർത്തമായ പ്രചരണങ്ങൾ കേവലം വിദ്വേഷ പ്രചാരണങ്ങൾ മാത്രമാണ്. ഓരോ സ്ത്രീയും സ്വന്തം ശരീരം വിൽക്കാനല്ല, മറിച്ച് സ്വന്തം അധ്വാനം വിൽക്കാനാണ് ഇവിടെ എത്തുന്നത്. തൻ്റെ മാനത്തേക്കാൾ വലുതായി ഈ ലോകത്ത് മറ്റൊന്നില്ല എന്ന ബോധ്യമുള്ള ആയിരക്കണക്കിന് സ്ത്രീകളുണ്ട് ഈ മേഖലയിൽ. അവസാനമായി ഞാൻ പറയാം, ഓരോ ഖദ്ദാമയെയും ഓർക്കുമ്പോൾ നിങ്ങൾ അവരോട് പറയേണ്ടത് ഇതാണ്: നിങ്ങളൊരു സേവകയല്ല, നിങ്ങളൊരു യോദ്ധാവാണ്. തൻ്റെ കുടുംബത്തിന് വേണ്ടി നരകതുല്യമായ സാഹചര്യങ്ങളിൽ പോലും പുഞ്ചിരിക്കുന്ന ഈ സ്ത്രീകളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വീരവനിതകൾ. അവരെക്കുറിച്ച് കേട്ട കഥകൾ മാറ്റിവെച്ച് അവരെ മനുഷ്യരായി പരിഗണിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഒരാളുടെ കഠിനാധ്വാനത്തെ അപമാനിക്കുന്നതിൽ നിന്നും നമ്മുടെ മനസ്സിനെ നമുക്ക് മോചിപ്പിക്കണം. അതുകൊണ്ട് അവരുടെ സ്വപ്നങ്ങളെ ബഹുമാനിക്കുക, അവരുടെ അധ്വാനത്തെ മാനിക്കുക. കാരണം അവർ അതിരുകൾക്കപ്പുറത്ത് ജീവിക്കുന്ന നമ്മളെപ്പോലെയുള്ള ഒരാളാണ്. അപ്പോൾ ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. അപ്പോൾ ഖദ്ദാമ ജോലികളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അവരെക്കുറിച്ച് മോശമായിട്ടൊന്നും ചിന്തിക്കാതിരിക്കുക. അവരും നമ്മളെപ്പോലെ ഈ പ്രവാസ ലോകത്ത് സ്വന്തം കുടുംബം നോക്കാൻ വേണ്ടി ജോലിക്ക് വന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ വീണ്ടും വരാം. അതുവരെ ബായ്. താങ്ക് യു.